ഹായ് എല്ലാവർക്കും നമസ്കാരം. വീക്കെൻഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് വ്ളോഗിന് വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. നമ്മൾ ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു 6 മാസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് ദുബായ് ഷാർജയിൽ നിന്ന് ഹത്ത വരെ ഒന്ന് പോയിട്ട് വന്നാലോ. എൻ്റെ സുഹൃത്തിൻ്റെ ബിൻസിൻ്റെ കൂടാണ് ഞാൻ കുറച്ച് നാൾ എന്തായാലും നിൽക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് വളരെ പതുക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇരിക്കുന്നത് അനൂപ്, പിന്നെ ബിബിൻ, അതേപോലെ തന്നെ നമ്മുടെ ടോണി. ഇതാണ് നമ്മുടെ ബിൻസനെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും അവധി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥലം കാണിക്കാനായിട്ട് ബിൻസൻ ഞങ്ങളെ കൊണ്ടുപോവാണ്. എവിടെയാണ് പോണേ? ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയില്ല. എന്തായാലും പോകുന്ന വഴിയെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് പോവാം. ബാക്കി നമുക്ക് വഴിയെ കാണാം. ചിരിയൊക്കെ അങ്ങ് മാറ്റിക്കോ. വഴി തെറ്റിയെന്ന് തോന്നല്ലേ? നമുക്ക് ഇറങ്ങി പോകട്ടെ, വഴി കാണുന്നില്ല. നമുക്ക് ആ റോഡിലോട്ടാ പോകണത്. അപ്പൊ ഇതിനുള്ളിൽ കയറി ഇതേക്കുള്ളിൽ വരുന്നേ. അപ്പൊ കണ്ടന്റിനുള്ള ഭാഗമായി ഒന്നുകൂടി വഴിയുടെ വരാം. മാപ്പിട് വെയ്സ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. സ്പീഡ് ക്യാമറ 10 മീറ്ററിൽ അവിടെ പോയി അടിച്ച് വലിച്ച് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് തന്നെ സിറ്റിയുടെ ആ ഒരു മനോഹാരിതയൊക്കെ വിട്ട് പച്ചപ്പിലോട്ട് കയറി. പച്ചപ്പെന്ന് വെച്ചാൽ മരുഭൂമിയുടെ പച്ചപ്പ്. മരുഭൂമി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളിത്ര ഡീപ്പിലിങ്ങനെ മരുഭൂമിയൊക്കെ കാണുന്നത്. പിന്നെ എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാനൊരു വാഹനപ്രേമി ആയതുകൊണ്ട് കാണുന്ന വണ്ടികളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടെസ്ല ആണ് വരുന്നത്. ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് ടെസ്ല കാണുന്നത്. അപ്പോൾ അതൊരു വലിയ കൗതുകമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് നിസാൻ്റെയും ടൊയോട്ടോയുടെയും വണ്ടികളാണ്. അപ്പം ടെസ്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വണ്ടി. ടെസ്ലയുടെ ആദ്യമായിട്ട് കാണുന്ന വണ്ടിയാണ്. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലുണ്ടായിരുന്നു മരുഭൂമി കൂടെ. കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ മണൽക്കൂനകളൊക്കെ വെട്ടി നിരത്തി അതിൻ്റെ നടുക്കൂടെ റോഡ് ഉണ്ടാക്കിയിട്ടേക്കുന്നു. ഭയങ്കര സെക്യൂർ ചെയ്താണ് റോഡെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് റോഡെല്ലാം കാണുന്നത്. പിന്നെ ദുബായിൽ വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ എന്താ പറയുന്ന ആകാശം മുട്ടയുള്ള ഗോപുരങ്ങളൊക്കെ കാണാൻ വന്നിട്ട് ബിൻസൻ ആദ്യമായിട്ട് പോകുന്നത് കറക്റ്റ് മരുഭൂമിയിലോട്ടായിരുന്നു. അപ്പോൾ അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരുന്നു. പേടിക്കാതെ അപ്പം ഈ കാണുന്ന നിസാൻ സണ്ണി അതിലാണ് നമ്മൾ വന്നത്. ബിൻസൺ ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങിയാണ്. സത്യം പറഞ്ഞാൽ മരുഭൂമി കാണാൻ വന്നിട്ട് ഇവിടെ മുഴുവൻ കണ്ടത് മലയും കുന്നുമാണ്. പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. പച്ചപ്പൊന്നും ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല. അങ്ങനെ മരുഭൂമി വന്ന ഉടനെ സമ്മാനം മേടിച്ചിട്ട് ഒരാൾ താണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അതുവരെ വിറ്റ് കാശാക്കുന്ന ചോര വന്നാ ചോര കണ്ടു തുടങ്ങി. കണ്ടോ ചാകാൻ കിടക്കുന്ന അപ്പോഴും ബോധക്കെട്ട് വീഴുവാടാ. ചോരയാണ് കണ്ടത്. ഒത്തിരി ഉണ്ടോ? ഒത്തിരി ഉണ്ട്. സംഭവം സ്നേഹത്തോടെ ഈ കാണുന്ന പുല്ലിലൊന്നും തലോടിയതാ. അതിനകത്ത് നല്ല മുള്ളായിരുന്നു. അത് മുഴുവൻ കയ്യിൽ തറച്ച് കയറി. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചായക്കട അല്ലേ? ചായക്കട പോലത്തെ സ്ഥലം, റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഹത്ത അടുക്കാറായി. അപ്പോൾ വഴിയരികിൽ ഒരുപാട് ഈന്തപ്പന തോട്ടങ്ങളും
പിന്നെ അടിപൊളി വണ്ടികളും ഒക്കെ കണ്ടു. അങ്ങനെ ഒരു സിറ്റി പോലെ ഒരു സ്ഥലത്ത് നമ്മൾ എടുത്തു. അവിടെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ചില്ല് ഭരണിക്കകത്തൊന്നുമല്ല, പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് ഓരോ പലഹാരങ്ങൾ ഇട്ട് വെച്ചിരിക്കും, അതെടുത്ത് കഴിക്കുക. ഇവിടെ ഏകദേശം എല്ലാ ബേക്കറികളിലും ഒന്ന് മാറി നിൽക്കുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ചായ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഹത്തയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരുപാട് പഴയ മോഡൽ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു. പഴയ മോഡൽ എന്ന് വെച്ചാൽ ഒരു അറബിക് ടച്ചുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഹത്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർന്നില്ലേ? നമ്മൾ ചെന്ന് ഇറങ്ങുന്നിടത്തു നിന്ന് നമുക്ക് വണ്ടിയിൽ നമുക്ക് ഡാമിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും. അത് ഫ്രീ സർവീസാണ്. അപ്പോൾ അവിടുത്തെ ഒരു വണ്ടിയിൽ നമ്മൾ കയറി ഡാമിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ കുറേ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അവിടെ ഈന്തപ്പനത്തോട്ടങ്ങളും ഒരുപാട് കൃഷികളും നമ്മുടെ നാട്ടിലെ പോലെ മാവും പ്ലാവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയതുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. അപ്പം ഈ ഒരു തേരിയെടുത്തുനിന്ന് ഭയങ്കര കുത്തനെ ഒരു കയറ്റമാണ്. നമ്മുടെ നാട്ടിലെ ഡാം പോലെ ആർട്ടിഫിഷ്യലി ഏറെക്കുറെ പണിഞ്ഞിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അന്ന് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു, എന്നിട്ടും ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. തണുപ്പ് കാലത്ത് നല്ല സീസൺ ടൈമാണ് ഇവിടെ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിങ്, കയാക്കിങ്, അതേപോലെ ഫുഡ് സ്പോട്ട് കാര്യങ്ങൾ, ട്രക്കിങ്, അങ്ങനെ ഒരു നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഇതേ കണ്ടില്ലേ, തിരിച്ചു പോകാനുള്ള വണ്ടിയിലെ ക്യൂ ആണ് കണ്ടത്. ഇത് വന്നപ്പോഴത്തേക്ക് നൈറ്റായിപ്പോയി. കൂടുതൽ ഭയങ്കര ഭംഗിയുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരിക്കൽ നല്ല കുറേ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഹത്തയിലെ കാഴ്ചകൾ. കണ്ടില്ല, ചുരം ഇറങ്ങിപ്പോന്നേ ഇതിലേക്കൂടാണ് നമ്മൾ വന്നത്.